നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മണ്ണിൽ പ്രപഞ്ചത്തെയും കാലത്തെയും സാക്ഷിയാക്കി ബാലരാമനെ പ്രതിഷ്ഠിച്ച അയോധ്യ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനം രാജ്യം മുഴുവൻ ആഘോഷമാക്കിയ ഒരു ദിവസമായിരുന്നു. എന്നാൽ രാജ്യം മാത്രമല്ല, ലോകം മുഴുവനും ആ ദിനത്തെ പുണ്യവും ശ്രേഷ്ഠവുമായ ദിനമായി കണ്ടുകൊണ്ട് ആഘോഷമാക്കി മാറ്റി. മധുരം വിതരണം ചെയ്തും തെരുവുകളിൽ വിളക്ക് കൊളുത്തിയും അമേരിക്കയിലെ 9 സംസ്ഥാനങ്ങളിലെ 2000-ഓളം ആളുകൾ ചേർന്നുകൊണ്ട് ആ ദിവസത്തെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പുണ്യമയമാക്കി മാറ്റി. ന്യൂജേഴ്സിയിലാകട്ടെ, രാമഭക്തർ ഓം ശ്രീ സായ് ബാലാജി ടെമ്പിൾ കൾച്ചറൽ സെന്ററിൽ ഹനുമാന്റെ കല്ലിനാൽ കൊത്തിയെടുത്ത 25 അടി വലിപ്പമുള്ള വലിയ വിഗ്രഹം സമർപ്പിച്ചു. രാമമന്ത്രങ്ങളാൽ പരിപാവനമാക്കിക്കൊണ്ട് ലണ്ടനിലെ ബ്രഹ്മർഷി മിഷൻ ആശ്രമത്തിൽ എല്ലാ ഭക്തരും ഒത്തുകൂടി പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ശ്രീരാമ വിജയം കൊണ്ടാടി. മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, രാമകഥയെ പുനരാവിഷ്കരിച്ചുകൊണ്ടും അവതരിപ്പിച്ചും അവർ വിജയദിനത്തെ ആഘോഷമാക്കി. കാനഡയിലും ഇന്ത്യക്കാർക്ക് പഞ്ഞമില്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ 250ഓളം പ്രദേശവാസികളാണ് രാമക്ഷേത്ര ദിനത്തിൽ മധുര വിതരണവും ശ്രീരാമ പാരായണവും നടത്തിയത്. ന്യൂസിലാൻഡിന്റെ എത്നിക് കമ്മ്യൂണിറ്റി മിനിസ്റ്ററായ മെലീസ ലീ അയോധ്യയെ പോലൊരു വലിയ ക്ഷേത്രം സ്വന്തമായ ഇന്ത്യക്കാർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു. അവരുടെ വാക്കുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അഭിനന്ദനമുണ്ടായിരുന്നു. ശരീരം കൊണ്ട് ഇന്ത്യയിലല്ലെങ്കിലും മനസ്സുകൊണ്ട് ഇന്ത്യയിൽ കഴിയുന്ന ഓരോ വിദേശികളും രാമക്ഷേത്രത്തെ ആഘോഷമാക്കി മാറ്റി. മൗറീഷ്യസിലെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ഇന്ത്യൻ കൾച്ചറിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ മൗറീഷ്യസ് പ്രൈം മിനിസ്റ്ററായ പ്രവീത് കുമാർ ജുഗ്നോർ അയോധ്യ രാമക്ഷേത്ര ആഘോഷത്തിൽ പങ്കുചേർന്നു. തായ്വാനിലും നേപ്പാളിലും സെയ്ഷസിലും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല. വിളക്കുകളാലും പൂക്കളാലും വീടുകൾ അലങ്കരിച്ച രാത്രി ശോഭയിൽ തിളങ്ങി നിന്ന നഗരങ്ങളായിരുന്നു അവിടെയും. അയോധ്യയുടെ പുനർജന്മത്തിൽ ലോകം മുഴുവനുമുള്ള ഭക്തർ ആഘോഷമാക്കിയിരുന്നു. പോരാട്ടത്തിന്റെയും സഹനത്തിന്റെയും കനലൊഴിയാത്ത നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഭവ്യഭാരതം വിജയമുഹൂർത്തത്തിലേക്ക് കടന്നു. രാവണ വിജയം കഴിഞ്ഞ് സീതാ ലക്ഷ്മണ സമേതനായി ഭഗവാൻ എത്തുന്നത് സങ്കല്പിച്ച് എത്രയോ ദീപാവലികളിൽ രാഷ്ട്രം മനസ്സിലും മണ്ണിലും ദീപം തെളിയിച്ചു. രാമവിജയ മന്ത്രം ഉരുവിട്ട് എത്രയോ ദിനരാത്രങ്ങളിൽ കാലമാകെ തപസ്സിരുന്നു. സഹനവും സമരവും ബലിദാനങ്ങളും സഫലമാകുന്ന നിമിഷത്തെ ലോകം മുഴുവനും നോക്കിക്കണ്ടു. അധിനിവേശ ശക്തികൾ പലതവണ തച്ചടച്ചിട്ടും അനശ്വരമായി രാമമന്ത്രവും രാമമന്ദിരവും ലോകമാകെ നിറയുന്നു. രാഷ്ട്രത്തിന്റെ തന്നെ അഭിമാന മന്ദിരമെന്ന ഉദ്ഘോഷവുമായി ഓരോ ഗ്രാമവും അയോധ്യയാകുന്നു. ഓരോ മനസ്സും ഭഗവാൻ രാമൻ വാണരുളുന്ന ശ്രീകോവിലാകുന്നു. രാമക്ഷേത്രം കെട്ടിപ്പടുത്തത് ഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ഭക്തകോടികൾ സമാഹരിച്ചെത്തിയ ശിലകളിൽ നിന്നുമാണ്. ഓരോ കല്ലിലും അവർ മനസ്സുകൊണ്ട് രാമനാമം കൊത്തിവെച്ചു. നൂറ്റാണ്ടുകൾ പിന്നിട്ട പോരാട്ടത്തിൽ ഈ തലമുറയും അണിചേർന്നു. കർസേവ നടത്തി. രാമഭക്തരുടെ ചോരയാൽ സരയു ചുവന്നു തൊടുത്തു. നിരവധി പേർ ബലിദാനികളായി. മരണത്തെയും വെല്ലുവിളിച്ച കർസേവകർ അഭിമാന മന്ദിരത്തിന് അടിക്കല്ല് പാകി. പിന്നോക്കക്കാരായ കാമേശ്വർ ചൗപ്പാൽ അന്ന് പാകിയത് യഥാർത്ഥ രാമരാജ്യത്തിന്റെ ശിലകൾ തന്നെയായിരുന്നു. കാലങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനും കാത്തിരിപ്പിനുമൊടുവിൽ രാമഭക്തർക്ക് മുന്നിൽ നീതി കൺതുറന്നു. ധർമ്മമൂർത്തിയായ ഭഗവാൻ രാമന് ഭവ്യ മന്ദിരമൊരുങ്ങി. അവസാനിക്കുന്നത് ആ വനവാസ കാലമാണ്. കുടിലും കൊട്ടാരവും കാടും മലയും കടലോരവും ഒരേ മനസ്സോടെ പ്രാർത്ഥന നിരതമാകുന്ന ആ ദിവസമാണ് വന്നത്. ജാതിയുടെയും മതങ്ങളുടെയും വേലിക്കെട്ടുകൾ തകർത്ത് ദേശാതിർത്തികൾ ഭേദിച്ച ഒരേ ഒരു വികാരം, ആദർശ പുരുഷന് ക്ഷേത്രം നിർമ്മിക്കാൻ ലോകത്തെ എല്ലായിടത്തും നിന്നും സാമഗ്രികളെത്തി. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും സാളഗ്രാമങ്ങൾ, കർണാടകയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും വെണ്ണക്കല്ലുകൾ, ഭഗവാൻ രാമന് ആരതി ഒഴിയാൻ ജോധ്പൂരിലെ ഗോശാലകളിൽ നിന്നും നാടൻ നെയ്യ്, ജാർഖണ്ഡിൽ നിന്നും വനവിഭവങ്ങൾ, ലോകമെമ്പാടും നിന്നും രാമായണങ്ങൾ, കർണാവതിയിൽ നിന്നും കൊടിമരങ്ങൾ, നാമക്കല്ലിൽ നിന്നും വെങ്കലമണികൾ, ഭാഗ്യനഗറിൽ നിന്നും മെതിയടികൾ, പൂനെയിൽ നിന്നും പട്ടുടയാടകൾ, ചന്ദ്രപുരിയിൽ നിന്നും തടിപ്പുരകൾ,
അഹമ്മദാബാദിൽ നിന്നും വജ്രാഭരണങ്ങൾ, രാമലീലയിൽ നിറഞ്ഞാടുവാൻ അറബ് രാജ്യങ്ങളിൽ നിന്നും അടക്കം 21 രാജ്യങ്ങളിലെ കലാപ്രതിഭകൾ. ഭഗവാൻ രാമന്റെ പ്രാണപ്രതിഷ്ഠ ലോക മഹോത്സവമാകുന്നത് ഇങ്ങനെയായിരുന്നു.